നമസ്കാരം ഗൈസ്. അപ്പോൾ നമ്മളിതാ കഴിഞ്ഞ ദിവസം ഒരു യാത്രയൊക്കെ കഴിഞ്ഞ വണ്ടി മൊത്തത്തിലൊന്ന് അലങ്കോലമായി കിടക്കുകയാണ്. അപ്പോൾ വന്ന ഉടനെ അമ്മ എന്ത് ചെയ്ത് ഒരു ബക്കറ്റും വെള്ളം എടുത്തിട്ട് കോരി ഒഴിച്ചിട്ട് തൊണ്ടിട്ട് പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ഛൻ വഴക്ക് പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യരുത്, പുതിയ വണ്ടിയാണ്, അതിൻ്റെതായ സ്ക്രാച്ചും കാര്യങ്ങളും വീണ് ഒരാൾക്ക് വീണ് കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര പാടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യേണ്ടത്. വണ്ടിയുടെ പോലെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും മൊത്തത്തിലൊരു അലങ്കോലമായിട്ട് കിടക്കുകയാണ്. വാട്ടർമാർക്ക് പിന്നെ ചെളി, ഇന്നലെ അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് മഴയൊക്കെ ഉണ്ടായിട്ട് അതിൻ്റെ ചെളിയെല്ലാം അടിച്ച് റോഡിലെ കംപ്ലീറ്റ് പൊടിയും വാരിപ്പറക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം അച്ഛൻ പറഞ്ഞെന്നാൽ പിന്നെ പുറത്ത് കാർ വാഷിന് കൊടുക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ എന്തായാലും കൊടുക്കുന്ന കൂട്ടത്തിൽ സെറാമിക്കും കൂടെ ചെയ്യാൻ വേണ്ടി അച്ഛൻ പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലെ കമൻറ്റിൽ ഇങ്ങനെ കണ്ടായിരുന്നു വണ്ടിയുടെ ബ്യൂട്ടി അതേപോലെ നിൽക്കണമെങ്കിൽ PPF, ഗ്രാഫൈന്, അങ്ങനത്തെ സെറാമിക് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ രണ്ട് സാധനങ്ങളും എനിക്ക് ആദ്യമായിട്ടാണ്. അപ്പോൾ അതെന്തെങ്കിലും ചെയ്യണം എന്ന് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഓക്കെ കൊള്ളാം, ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഞങ്ങൾ ഒരു കാർ വാഷ് സെൻറ്ററിലേക്ക് പോവുകയാണ്. അകം വലിയ കുഴപ്പമില്ല, മാറ്റ് ഇടാത്തതിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ആ പേപ്പർ മാത്രമാണ് വൃത്തികേടായിട്ടുള്ളത്. മാറ്റ് എൻ്റെ ഒരു കൂട്ടുകാരൻ ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് തരാമെന്ന് പറഞ്ഞ്, ഓൺലൈനിൽ അത്യാവശ്യം അഫോർഡബിൾ റേറ്റിൽ 3D മാറ്റ് നല്ല രീതിക്ക് കിട്ടുമെന്ന് പറഞ്ഞ്, അതുകൊണ്ടാണ് മാറ്റ് ഇടാതെ വെച്ചിരിക്കുന്നത്. നോർമലി നമ്മൾ ഷോപ്പിലൊക്കെ പോയപ്പോഴത്തേക്ക് 8 രൂപ 10 രൂപയൊക്കെ 3D മാറ്റിന് പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് സാധാരണ മാറ്റ് കാല് തുടയ്ക്കാനും മണ്ണാവാതിരിക്കാനല്ലേ. അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു സാധനം കാണിച്ചു തന്നായിരുന്നു, ഒരു GFX അങ്ങനെ എന്തൊരു സാധനം, അത് സൂപ്പറാണ്, അതിടാന്ന് പറഞ്ഞ്. അപ്പം അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി എന്തായാലും ഇനിയിപ്പം നമ്മളിതിന് കൊടുത്തു കഴിഞ്ഞാൽ 1-2 ദിവസം എടുക്കും. അപ്പോൾ ആ 2 ദിവസത്തിനകത്ത് ഈ സാധനം എത്തും. അപ്പോഴത്തേക്ക് അതും കൂടെ ഇട്ട് പൊളപ്പനാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വന്നിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ AWC എന്ന് പറയുന്ന സെറാമിക് ഗ്രാഫൈൻ PPF ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലത്താണ്. അതായത് നമ്മുടെ ആക്കുളം ഭാഗത്താണ്. ആക്കുളത്ത് NBT, ഹ്യുണ്ടായിയുടെയും BMW-യുടെയൊക്കെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ പറഞ്ഞ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയെ ഒന്ന് കുളിപ്പിച്ച് മെനയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലത്താണ് എത്തിയത്. ഒന്ന് കാർ വാഷ് സെറാമിക്കൊക്കെയാണ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കണം. ഇവിടെ വന്നപ്പോഴത്തേക്ക് വണ്ടിയെക്കുറിച്ച് അവർ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നെ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ബ്യൂട്ടി കുറേ കാലം കൂടെ നിലനിൽക്കുമെന്നുള്ളത്. അപ്പോൾ അത് നമുക്കൊന്ന് എന്തൊക്കെയാണെന്ന് അവരുടെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം. ബാ. ഹലോ, ഹായ്. ഇതാണ് വിഷ്ണു ചേട്ടൻ. ഇത് മാഡത്തിൻ്റെ പേര് അനൂഖ. ഓക്കെ, മാഡമാണ് ഇതിൻ്റെ മെയിൻ ആൾ കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി ഇവിടെ കയറ്റിയിട്ടുണ്ട്. ചേട്ടാ, ഇതിന് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കാൻ പറ്റുമോ നിങ്ങൾ തന്നെ ഒന്ന് പറയാം. എനിക്ക് ഈ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്കിത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഇയേഴ്സിൻ്റെ നമ്മുടെ ഗ്രാഫൈൻ കോട്ടിംഗ് ആണ് നമ്മളിൽ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോകുന്നത്. 5 ഇയർ ഗ്രാഫൈൻ കോട്ടിംഗ്. ഇത് ചെയ്താലുള്ള ഉപയോഗം എന്താണ്? മെയിൻലി നമ്മുടെ വണ്ടി, അതായത് 5 ഇയേഴ്സിൻ്റെ ഗ്രഫൈനാണ് നമ്മളിതിൽ ചെയ്യുന്നത്. അതായത് 5 വർഷത്തേക്ക് വണ്ടി ഒരു ഫെയ്ഡ്നെസ്സോ കാര്യങ്ങളോ ഇല്ലാണ്ട്, പെയിൻറ്റ് ഫെയ്ഡ്നെസ് ഇല്ലാണ്ട് എപ്പോഴും ഒരു ഗ്ലോസി ആയിട്ട് നമുക്കത് കൊണ്ടു നടക്കാനായിട്ട് പറ്റും. എന്തായാലും നമ്മൾ ഇത് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് സ്ക്രാച്ച് പ്രൂഫ് നമുക്കൊരിക്കലും ഇതിൽ പറയാൻ പറ്റില്ല. സ്ക്രാച്ച് ഉണ്ടായാലും സ്ക്രാച്ചസ് എല്ലാം എഫക്റ്റഡ് ആവത്തില്ല, പെയിന്റിനൊന്നും എഫക്റ്റഡ് ആവത്തില്ല. സ്ക്യൂറിൽ മാർക്സ് പിന്നെ ഇറ്റ് വിൽ ഹാവ് ഒരു ഹൈഡ്രോഫോബിക് എഫക്റ്റ് ആയിരിക്കും. കുറച്ച് വാട്ടർ റിപ്ലൻ്റ് ആയിരിക്കും, ഡേർട്ട് റിപ്ലൻ്റ് ആയിരിക്കും. പിന്നെ ഈ ബേർഡ് ഡ്രോപ്പിംഗ്സ് ഒന്നും വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ പറ്റി പിടിക്കത്തില്ല. അപ്പോൾ ഗൈസ്, ഞാൻ ഇത്രയും നേരം ഇവരോട് എന്താണ് സംസാരിച്ചതെന്നുള്ളതിൻ്റെ ഒരു സാരാംശം മൊത്തത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്താണ് ഈ വണ്ടിയിൽ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നതെന്ന്. ഞാൻ മൊത്തത്തിൽ ഈ വണ്ടിയിൽ ചെയ്തതെന്ന് വെച്ചാൽ 5 കൊല്ലം ഗ്യാരണ്ടി ഉള്ള ഗ്രാഫൈൻ കോട്ടിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എസൻഷ്യൽ പാർട്സിൽ PPFും ചെയ്തിട്ടുണ്ട്. സെറാമിക് കോട്ടിംഗ് ചെയ്യാമെന്ന് എൻ്റെ മനസ്സ് മാറ്റി ഗ്രാഫൈൻ കോട്ടിങ്ങിലേക്ക് മാറ്റി കൺവിൻസ് ചെയ്തത് ഈ നിൽക്കുന്ന കൺവിൻസിങ് സ്റ്റാർ വിഷ്ണു ചേട്ടനാണ്. അപ്പോൾ ഇദ്ദേഹം 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞ ഗ്രഫൈൻ കോട്ടിങ്ങിന്റെ ബെനിഫിറ്റ്സ് ഞാൻ ചുരുക്കി നിങ്ങൾക്ക് പറഞ്ഞുതരാം. സെറാമിക്കിനെ അപേക്ഷിച്ച് ഗ്രഫൈൻ കോട്ടിങ്ങിന് ഡ്യൂറബിലിറ്റി ഭയങ്കര കൂടുതലാണ്. പിന്നെ നല്ല ഗ്ലോസി ഫിനിഷ് ആയിരിക്കും. ആ വണ്ടിയുടെ ആ ഒരു ബോഡി കളർ, അത് ബ്ലാക്കും കൂടെ ആകുമ്പോഴത്തേക്ക് ആ ഒരു ഫ്ലക്ഷൻ അങ്ങനെ തിളങ്ങി നിൽക്കും. അതിന് ഭയങ്കരമായിട്ട് ഗ്രഫൈൻ കോട്ടിങ് ഹെൽപ്പ് ചെയ്യും. പിന്നെ അത്യാവശ്യം വാട്ടർ സ്പോട്ട് റെസിസ്റ്റൻസ് ആണ്, പിന്നെ സ്ക്രാച്ച് റെസിസ്റ്റൻസ് ആണ് എന്നും പറഞ്ഞ് ബ്ലേഡോ കത്തിയോ കോടാലിയോ കൊണ്ടൊക്കെ പോരാൻ ആരും നിൽക്കേണ്ട. അങ്ങനെ എങ്ങാനും പോറൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കാനേ ഒക്കെ ഉള്ളൂ. ഒരു പരിധി വരെ ഇതെല്ലാം തടയും. നമ്മൾ എത്രത്തോളം നമ്മുടെ വണ്ടിയെ സൂക്ഷിച്ചാൽ അത്രത്തോളം നല്ലതുപോലെ ഇരിക്കും. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. പത്രത്തിൽ നിന്നല്ല, ഇദ്ദേഹം എനിക്ക് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. അതിനുശേഷം ഞാൻ പിന്നെ എസൻഷ്യൽ പാർട്സിലൊക്കെ PPF ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഡോറിന്റെ ഹാൻഡിലൊക്കെ നെയിൽ സ്ക്രാച്ച്, നഖം കൊണ്ട് സ്ക്രാച്ച് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ORVM എന്ന് പറയുമ്പോൾ പുറമേ ഉള്ള വണ്ടികളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സൈഡ് എടുക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് തട്ടും. പിന്നെ ബമ്പറിന്റെ സൈഡ്, കോർണേഴ്സ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ PPF ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. PPF എന്ന് പറയുമ്പോഴത്തേക്ക് പെയിന്റ് പ്രൊട്ടക്ഷൻ ഫിലിം. അത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ ഞാൻ അത് അത്യാവശ്യം വേണ്ട സ്ഥലങ്ങളിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ.
അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് തന്നെ അവരെനിക്കൊരു സാമ്പിളൊക്കെ കാണിച്ചു തന്നായിരുന്നു. അതായത് നമ്മുടെ ഫോണിൽ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുന്ന പോലെ വണ്ടിയുടെ ബോഡി ഫുള്ളായിട്ട് ഇതുപോലത്തെ ഒരു പെയിന്റ് പ്രൊട്ടക്ഷൻ ഫിലിം ഒട്ടിച്ച് വെക്കുക. അപ്പോൾ എന്തെങ്കിലും സ്ക്രാച്ചസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ഒരു പ്രൊട്ടക്ഷൻ ഫിലിമിലാണ് അത് സംഭവിക്കുന്നത്. 5 കൊല്ലം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 7 കൊല്ലം കഴിഞ്ഞ് നമ്മളിത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ആ വണ്ടിയുടെ പുതുമ അതേപോലെ തന്നെ ഇരിക്കും. കാര്യം എന്തെങ്കിലും സ്ക്രാച്ച് ഉണ്ടെങ്കിൽ പോലും ആ പ്രൊട്ടക്ഷൻ ഫിലിമിലാണ് അത് പറ്റിപ്പിടിച്ചിരിക്കുന്നത്. അത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ഞാൻ തൽക്കാലം അത് പ്രിഫർ ചെയ്തില്ല. ഞാൻ അത്യാവശ്യം വേണ്ട സ്ഥലങ്ങളിൽ മാത്രമേ അത് ഒട്ടിക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിതിലെടുത്തിരിക്കുന്നത് 5 കൊല്ലത്തെ ഗ്രഫൈൻ കോട്ടിംഗ് ആണ്. അപ്പോൾ ഈ 5 കൊല്ലം എൻ്റെ വണ്ടിയെ ടേക്ക് കെയർ ചെയ്യുന്നത് ഈ AWC ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ തന്നെയായിരിക്കും. അപ്പോൾ അതിനകത്ത് ഓരോ കൊല്ലത്തിലും അവർ ടച്ചപ്പും പോളിഷും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ 6 മാസത്തിൽ ചെക്കപ്പ് എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വണ്ടിയുടെ പെയിന്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഒരു ഇൻഷുറൻസ് എടുത്ത ഫീൽ. ഇതിൽ അവർ യൂസ് ചെയ്യുന്നതെല്ലാം നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ്. അതിനൊക്കെ അവർ വാറണ്ടിയും ഗ്യാരണ്ടിയും ഒക്കെ നൽകുന്നുണ്ട്. അതിനുശേഷം അവരുടെ വർക്കിംഗ് പ്രൊസീജിയർ നമുക്കൊന്ന് കാണിച്ചു തന്നായിരുന്നു. കാർ വാഷ് എങ്ങനെ, കാർ വാഷിന് ശേഷം പെയിന്റ് കറക്ഷൻ എങ്ങനെ, അതിനുള്ള മെറ്റീരിയൽസ്, അതിനുള്ള ലേബേഴ്സ്, അത് കഴിഞ്ഞിട്ട് ഇവർ ഈ കാറിനെ കൊണ്ട് ഒരു സ്റ്റുഡിയോയ്ക്ക് കൊണ്ടിടും. അത് AC ഒക്കെ ഉള്ള ഒരു സ്റ്റുഡിയോ. ഒന്ന് നോക്കണേ കാറിന് അവർ ഏത് രീതിക്കാണ് ടേക്ക് കെയർ ചെയ്യണേന്ന്. ഇത്രയൊക്കെ കാണിച്ചിട്ട് വർക്കിംഗ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ അങ്ങ് കൺവിൻസ്ഡ് ആയി. അപ്പോൾ മൊത്തത്തിൽ വണ്ടിയുടെ കോലം കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിനെ ഇപ്പം കാണിച്ചിട്ട് അവസാനം ഇവിടെ നിറക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്നും കൂടെ നമുക്ക് പ്രേക്ഷകരെ കാണിക്കാമല്ലേ. അപ്പോൾ ഇവിടെ പ്രത്യേകതരായിട്ട് എന്തൊക്കെ സർവീസുകളാണ് നിങ്ങൾ ചെയ്യുന്നത്? സർവീസസ് നമുക്ക് കാർ വാഷ് ഉണ്ട്, സെറാമിക്, ഗ്രഫീൻ, PPF, റാപ്പിംഗ്, സൺ ഫിലിം ചെയ്യുന്നുണ്ട്, പിന്നെ ടയർ, പെയിന്റ് വർക്കും കാര്യങ്ങളൊക്കെ പെയിന്റ് ഷോപ്പ് ഗ്രൂമിങ് അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ചെയ്യുന്നുണ്ട്. ടയേഴ്സ്, വീൽ അലൈൻമെന്റ് കംപ്ലീറ്റ് ഉണ്ട്. ഒരു കാറിന് വേണ്ട എന്തൊക്കെ അത്യാവശ്യം നമുക്ക് എന്തൊക്കെ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ തന്നെ ഒരു കാറിന്റെ ഒരു ഹോസ്പിറ്റലാണ്. ഓക്കെ. അപ്പൊ ഇനി കാറായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പരിപാടി ചെയ്യാനുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരുക. സ്ഥലം മറക്കണ്ട. ആക്കുളത്ത് NBT, മഹേന്ദ്ര, BMW നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. തിരുവനന്തപുരത്താണ്. അങ്ങനെ വണ്ടി അവിടെ ഏൽപ്പിച്ചിട്ട് തിരിച്ച് ബസ്സിൽ വീട്ടിൽ പോകാനിരുന്ന ഞങ്ങളെ സ്വന്തം വണ്ടിയിൽ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് അനൂഖ മാം പറഞ്ഞു. ഈ ഒരു അവസരം എല്ലാ കസ്റ്റമേഴ്സിനും കിട്ടത്തില്ല. ഇത് മാളു ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കുൾപ്പെടെ കിട്ടിയത്. മാളു ആ ചേച്ചി എന്തൊക്കെയോ പറഞ്ഞ് അടിച്ച് ഒതുക്കി ചാക്കി കയറ്റി. പിന്നെ ഒന്നും നോക്കില്ല. വണ്ടി കയറിയതിനു ശേഷം ആ ചേച്ചി ഫുള്ള് ഓണ്, ഡാൻസ്, പാട്ട്, പിന്നെ 100-110 കത്തിച്ച് വിടണം. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ആളും പറഞ്ഞ ആദ്യത്തെ ഡയലോഗ് നമുക്കും താറെടുത്താൽ മതിയായിരുന്നല്ലേന്ന്. എനിവേ നമുക്കിനി 2 ദിവസം കഴിഞ്ഞ് വണ്ടിയുടെ പുതിയ ലുക്ക് കാണാൻ പോവാം. ലെറ്റ്സ് വെയിറ്റ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ വണ്ടി അവിടെ റെഡി ആയിട്ടുണ്ടെന്ന് വിഷ്ണു ചേട്ടൻ വിളിച്ച് പറഞ്ഞ് ഇപ്പോൾ 2 ദിവസമായി. കഴിഞ്ഞ ദിവസം ഇന്നലെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇന്നലെ പണിമുടക്കം കാര്യമായിട്ട് നമുക്ക് പോയി എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിനു മുമ്പ് കാർ ഷെഡൊക്കെ അടിച്ച് റെഡിയാക്കി ഇടാമെന്ന് വിചാരിച്ചാണ്. അതുകൊണ്ട് പണി നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ, പണി തീർന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തേക്കും നാളത്തേക്കും കൂടെ ചേർത്ത് നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വണ്ടി ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ അങ്ങ് സെറ്റാവും. നമുക്ക് തൽക്കാലം പോയി വണ്ടി ഒന്ന് കണ്ടിട്ട് വരാം. കണ്ടിട്ടല്ല, വണ്ടി എടുത്തുകൊണ്ട് വരാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നമ്പർ പ്ലേറ്റും റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്പർ പ്ലേറ്റും റെഡിയായി, 3D മാറ്റൊക്കെ ഓർഡർ ചെയ്ത് അതെല്ലാം കൂടെ ഒരുമിച്ച് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വണ്ടി ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടുത്തെ പ്രൊസീജിയറും കാര്യങ്ങളും എന്താണെന്ന് നമുക്ക് നമ്മുടെ വിഷ്ണു ചേട്ടൻ്റെ അടുത്ത് തന്നെ ചോദിച്ചിട്ട് വരാം. ഇതിൽ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ. എന്തായാലും അരുൺ ബ്രോ തന്നെ ഇതിൻ്റെ ബോണറ്റിലൊന്ന് വെള്ളം ഒഴിച്ചേ. ബോണറ്റ് വെള്ളം ഒഴിക്കട്ടെ? ഓ, ഒഴിച്ചോ, ധൈര്യമായിട്ട് ഒഴിച്ചോ. ഓ, വാട്ടർ അങ്ങ് റിപ്പൽ ചെയ്ത് പോകും. ഓക്കെ ഓക്കെ, ശരി. ഇതിപ്പം ഈ ചെറിയ ചെറിയ ആ ഒരു ഡ്രോപ്പ് ഒക്കെ നമ്മുടെ ഡ്രൈവിൽ തന്നെ അതങ്ങനെ പാറിപ്പോകും. ഓക്കെ. അതിങ്ങനെ ഒരു നല്ലൊരു കാറ്റടിക്കുവാണെങ്കിൽ അതങ്ങ് പോകും. മനസ്സിലായി. ഞാൻ ഇത് ചിലത് ഈ ഗ്ലാസ്സിൽ അതിൻ്റെ ഒരു എന്തോ ടൈപ്പ് തേച്ച് വെക്കുന്ന കണ്ടിട്ടുണ്ട്. അത് വാട്ടർ റപ്പൽ. അപ്പോൾ ആ ഒരു എഫക്റ്റിലേക്ക് ഇതിങ്ങനെയല്ല, മഴയത്ത് കാണാനാണ് കുറച്ചും കൂടെ രസം. കൊള്ളാം കേട്ടോ. ഈ ചേമ്പലയിൽ വെള്ളം ഒഴിക്കും പോലെ ഉണ്ട്. എല്ലാം അങ്ങ് പാറി അങ്ങ് പോയിക്കോളും. അപ്പോൾ ഇത് കാരണം വാട്ടർ മാർക്കൊന്നും അങ്ങനെ പിടിക്കത്തില്ലല്ലേ? പിടിക്കില്ല. വാട്ടർ മാർക്ക് പിടിക്കാനുള്ള ടെൻഡൻസി കുറവാണ്. ഓക്കെ ഓക്കെ. പിന്നെ നമ്മളും കൂടെ കുറച്ച് കെയർ കൊടുക്കണം. നമ്മൾ ചെയ്തെന്നും പറഞ്ഞ് നമ്മൾ കെയർ കൊടുക്കാതിരിക്കില്ല. അങ്ങനെയല്ല, അതായത് വീട്ടിലെ ഹാർഡ് വാട്ടർ ഒക്കെ ആണെങ്കിൽ മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക. അല്ലല്ല, അത്ര കുഴപ്പമില്ല. വെള്ളത്തിന് വേറെ കുഴപ്പമില്ല. പിന്നെ വെയിലുള്ള ടൈമിൽ വണ്ടി വാഷ്, സൺലൈറ്റ് ഇട്ട് വണ്ടി വാഷ് ചെയ്യാൻ പാടില്ല. സൺലൈറ്റ് ഇല്ലാത്ത ടൈം നോക്കി വാഷ് ചെയ്യാം. ഓക്കെ. വെള്ളം ഒഴിച്ച് കുറച്ച് കഴിയാൻ നേരത്തിന് അതങ്ങ് വൈപ്പ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഞാനതിൽ ഒരു കിറ്റിൽ ഞാനത് ക്ലോത്തും ഷാമ്പൂ ഗ്ലാസ് ക്ലീനിലും എല്ലാം കൂടെ വെച്ചിട്ടുണ്ട്. അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാനത് പറഞ്ഞുതരാം. എന്തിനാണ് മനസ്സിലായേ? എന്തിനാണ് ചാവി വാങ്ങിച്ചോ? ഫോട്ടോയിലും കൂടെ നോക്കാം, അങ്ങോട്ടും കൂടെ നോക്ക്. ഭയങ്കര ടെൻഷനാണല്ലോ.
അതെ യൂസ് ചെയ്യാനുള്ള കുറച്ച് മെറ്റീരിയൽസ് ഒക്കെയാണ്. ആണല്ലേ? നമ്മളുടെ കുറച്ച് സെൽഫ് കെയർ. അല്ലേ, അമ്മയ്ക്ക് ഇതുപോലത്തെ സാധനം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നോക്കുക അടുക്കളയിൽ വല്ല ആവശ്യമുള്ളതാണോ. എങ്ങനെയുണ്ട് സെറ്റപ്പ്? സെറ്റപ്പല്ലേ? വെയിൽ വന്നപ്പോഴത്തേക്കാണ് അറിയണല്ലേ. ഒന്ന് ചുറ്റി കാണിച്ചേ. വൈഡിൽ കാണിച്ചേ. അപ്പൊ ഇതെന്താണ് സെറ്റപ്പ്? ഇത് വീൽ അലൈൻമെന്റ് ആണ്. സോ വി ആർ യൂസിങ് ഹണ്ടേഴ്സ് ടോപ്പ് മോഡൽ എലൈറ്റ് ഹിയർ. നമുക്ക് ഈ എല്ലാ പ്രീമിയം കാർസിന്റെയും വീൽ അലൈൻമെന്റ് ഭയങ്കര പ്രിസൈസ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഏറ്റവും നല്ല മെഷീനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എല്ലാ ടയേഴ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. ടയറും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. ടയേഴ്സും വീൽ അലൈൻമെന്റ് എല്ലാം. ഈ ഒരു സെക്ഷൻ അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതെ അതെ. അപ്പുറത്ത് കാർ വാഷും സെറാമിക് ഡീറ്റെയിലിംഗ്, കംപ്ലീറ്റ് ഡീറ്റെയിലിംഗ്, PPF, ഗ്രഫീൻ, സെറാമിക്. ഫുൾ സെറ്റപ്പാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഒരു കാറിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. 2 സെക്ഷനായിട്ടാണ് നടത്തുന്നത്. തീർച്ചയായിട്ടും വരും. നിങ്ങൾക്കും ആവശ്യമുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വിട്ടോ. നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ആക്കുളത്ത് NBT, BMW, മഹേന്ദ്രയൊക്കെ നേരെ ഓപ്പോസിറ്റാണ്. ചാക്കയാണ് സ്ഥലം. അത് ആക്കുളം? ചാക്കയാണ്. ഓക്കെ, ചാക്കയ്ക്ക് അടുത്താണ് കേട്ടോ. തെറ്റിപ്പോയതാണ്. ആക്കുളം അല്ല. ആക്കുളം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക്, അതായത് ലുലു ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അവിടെയാണ് നമ്മുടെ സ്ഥാപനം ഇരിക്കുന്നത്. ഇതിനെ പറയുന്നത് കാർ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ എന്നാണ് അല്ലേ പറയുന്നത്? ഓക്കെ, അപ്പോൾ കാർ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ, അത് AWC എന്നാണ് ഇതിൻ്റെ പേര്. 10 years ആയി. 10 വർഷം പാരമ്പര്യമുള്ള ഒരു ഇതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കണ്ടതിലും പരിചയപ്പെട്ടതിലൊക്കെ വളരെ സന്തോഷം. ആർക്കാണ് അധികം? ഓക്കെ, കൃഷ്ണ ചേട്ടൻ പുള്ളിക്കാരനാണ് നമ്മൾ എല്ലാവരും കോൺടാക്ട് ചെയ്തത് കേട്ടോ. പുള്ളിയാണ് ഇതിൻ്റെ ഓൾ ഇൻ ഓൾ എന്ന് തോന്നണല്ലേ? അല്ലേ, എല്ലാത്തിൻ്റെ ഓൾ ഇൻ ഓൾ ആണ് പുള്ളിക്കാരൻ. അപ്പോൾ എല്ലാ സന്തോഷം പരിചയപ്പെടാമെന്ന് വെച്ചാൽ. ഓക്കെ ശരി എന്നാ. അപ്പോൾ സുഹൃത്തുക്കളെ, എൻ്റെ വണ്ടിയുടെ നമ്പർ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഗസ് ചെയ്ത നമ്പർ കറക്റ്റ് ആണ്. അതെ, 0224. അതായത് ഇതാണ് എൻ്റെ ഭാഗ്യ നമ്പർ. ഞാൻ ഈ നമ്പറിന്റെ കഥ ഞാൻ മുമ്പേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഗൂഗിൾ എനിക്ക് ഒരു ദിവസം 10ാം ക്ലാസ്സിൽ ഇമെയിൽ ID തുടങ്ങിയപ്പോൾ എനിക്ക് സജസ്റ്റ് ചെയ്ത നമ്പറാണ്. ആ നമ്പർ ഇപ്പൊ പിന്നീട് ഞാൻ എൻ്റെ പേരിന്റെ കൂടെ ചേർത്ത് ഇപ്പൊ ഞാൻ അത് പൈസ കൊടുത്ത് എനിക്ക് സ്വന്തമാക്കിയിരിക്കുകയാണ്. 0224. അതിന് ഇനി എന്റെ പേരിൽ ആ നമ്പർ അറിയപ്പെടട്ടെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ, സീ യു.